ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലോഗരിതമിക് ഫംഗ്ഷൻ വിത്ത് ബേസ് എ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ചത് ലോഗ് ടു ദ ബേസ് ഇ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ഇനി നമ്മൾ ഫംഗ്ഷന് പുതിയതായിട്ടൊരു ബേസ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ y = a⁻x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഇതിൽ എക്ക് 1 ഒഴികെ വേറെ ഏതിന് പോസിറ്റീവ് നമ്പർ കൊടുത്താലും അത് ഡിഫറൻഷ്യബിളും അതുപോലെ 1 1ഉം ആയിരിക്കും. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to ∞. ഇത് 1 ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഇൻവേഴ്സ് ഉണ്ട്. ആ ഇൻവേഴ്സിനെയാണ് നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷൻ ടു ദ ബേസ് എ എന്ന് പറയുന്നത്. y = a⁻x ഇൻവേഴ്സ് ഫംഗ്ഷനാണ് ലോഗ് ടു ദ ബേസ് എ എക്സ് എന്ന് പറയുന്നത്. അതായത് y = a⁻x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണോ ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ലോഗ് ടു ദ ബേസ് എ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. The logarithmic function with base a denoted by log to the base a is the function satisfying the relationship y = log to the base a x if and only if x = a⁻y. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ y = a⁻x-ഉം y = log to the base a x-ഉം ഇൻവേഴ്സ് ആണ് നമ്മൾ നേരത്തെ പറയാം. ഇതിൽ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ y = a⁻x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്കൊരു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഇവാലുവേഷൻ ഓഫ് ലോഗ് ടു ദ ബേസ് എ എക്സ് ആണ് പറയാൻ പോകുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലോഗരിതമിക് ഫംഗ്ഷൻ വിത്ത് ബേസ് എയും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെയും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് ഇവാലുവേഷൻ ഓഫ് ലോഗ് ടു ദ ബേസ് എ എക്സ് എന്ന് പറയുന്നത്. നമുക്ക് ബൈ ദ ഡെഫിനിഷൻ a⁻y = x ഈ ഫംഗ്ഷന് നമ്മൾ രണ്ട് സൈഡിലും നാച്ചുറൽ ലോഗരിതം എടുക്കുകയാണ്. അപ്പോൾ log a⁻y = log x എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു y log a = log x എന്ന് കിട്ടും. അതായത് y = log x by log a. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോഗ് ടു ദ ബേസ് എ എക്സ് ആയിരുന്നു. സോ ലോഗ് ടു ദ ബേസ് എ എക്സ് log x by log a where a greater than 0 and a not equal to 1. ഈ ഫോർമുലേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേസ് ചേഞ്ചിങ് ഫോർമുല എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ബേസ് എ ലോഗരിതം. ഇതിൽ നമുക്ക് മെയിനായിട്ട് 4 പ്രോപ്പർട്ടീസാണ് പറയുന്നത്: പ്രോഡക്റ്റ് റൂൾ, കോഷ്യന്റ് റൂൾ, റെസിപ്രോക്കൽ റൂൾ ആൻഡ് പവർ റൂൾ. നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് റൂൾ എന്താണെന്ന് നോക്കാം. പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ലോഗ് ടു ദ ബേസ് എ എക്സ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് എ എക്സ് പ്ലസ് ലോഗ് ടു ദ ബേസ് എ വൈ. അതിൻ്റെ പ്രൂഫ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസ് ചേഞ്ചിങ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൂഫ് ചെയ്യുന്നത്. സോ ലോഗ് ടു ദ ബേസ് എ എക്സ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് log xy divided by log a which is equal to log x plus log y divided by log a. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ log x by log a plus log y by log a. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? log to the base a x plus log to the base a y. നെക്സ്റ്റ് കോഷ്യൻ റൂൾ. ഇതിൻ്റെ പ്രൂഫും നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ബേസ് ചേഞ്ചിങ് ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സോ കോഷ്യൻ റൂൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ലോഗ് ടു ദ ബേസ് എ എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് എ എക്സ് മൈനസ് ലോഗ് ടു ദ ബേസ് എ വൈ ആണ്. സോ പ്രൂഫ് വരുമ്പം ലോഗ് ടു ദ ബേസ് എ എക്സ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ബൈ വൈ ഡിവൈഡഡ് ബൈ ലോഗ് എ വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ divided by log a. which is നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പം log x by log a minus log y by log a which is equal to log to the base a x minus log to the base a y. നെക്സ്റ്റ് റെസിപ്രോക്കൽ റൂൾ. റെസിപ്രോക്കൽ റൂൾ എന്താണെന്ന് വെച്ചാൽ ലോഗ് ടു ദ ബേസ് എ 1 by y is equal to മൈനസ് ലോഗ് ടു ദ ബേസ് എ വൈ. അതിൻ്റെ പ്രൂഫ് നോക്കുകയാണെങ്കിൽ log to the base a x is equal to log x by log a. അത് ബേസ് ചേഞ്ചിങ് ഫോർമുല നമ്മൾ ഇതിലേക്ക് മാറ്റി എഴുതുമ്പം log to the base a 1 by y is equal to log 1 by y divided by log a is equal to log 1 minus log y divided by log a.
നമുക്കറിയാം log 1 എന്താണ് 0 ആണ്. സോ 0 മൈനസ് log y ഡിവൈഡഡ് ബൈ log a വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് log ടു ദ ബേസ് a y. നെക്സ്റ്റ് പവർ റൂൾ. പവർ റൂൾ എന്ന് പറഞ്ഞാൽ log ടു ദ ബേസ് a എക്സ് റേസ് ടു y ഇസ് ഈക്വൽ ടു y ഇൻറ്റു log ടു ദ ബേസ് a എക്സ്. സോ നമ്മൾ പ്രൂഫ് നോക്കാം. log ടു ദ ബേസ് a എക്സ് റേസ് ടു y ഇസ് ഈക്വൽ ടു log x raised to y divided by log a is equal to y log x divided by log a which is equal to y log a log to the base a x. Next, derivative of base a logarithm. നമുക്കറിയാം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ് ചേഞ്ചിങ് ഫോർമുല ആണ്. വിച്ച് മീൻസ് y is equal to log to the base a x is equal to log x divided by log a. So dy by dx is equal to d by dx of log x by log a. So log a constant ആണ് നമ്മൾ പുറത്തേക്ക് എടുത്തത്. സോ 1 by log a ഇൻറ്റു d by dx of log x. log xൻ്റെ ഡെറിവേറ്റീവ് 1 by x. സോ 1 by log a ഇൻറ്റു 1 by x which is equal to 1 by x log a. സോ d by dx of log to the base a x എന്ന് പറയുന്നത് 1 by x log a where x is greater than 0. And from the above result and from the chain rule, it follows if u be any differentiable function of x, then d by dx of log to the base a mod x is equal to 1 by x log a, where x is not equal to 0, and d by dx of log a mod u is equal to 1 by u log a into du by dx, where u is not equal to 0. ഇനി ഇത് വെച്ചിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ log ടു ദ ബേസ് 4 7 അതിൻ്റെ ഡെസിമൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആക്യുറേറ്റ് ആയിട്ടുള്ള 5 ഡെസിമൽ പോയിൻറ്റ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ബേസ് ചേഞ്ചിങ് ഫോർമുല ആണ് യൂസ് ചെയ്യുന്നത്. സോ log ടു ദ ബേസ് 4